ഫ്രണ്ട്സ്, വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പത്രങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ത്യയിലെ പത്രങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ന് നാം അതിൻ്റെ ബാക്കിയായ കേരളത്തിലെ പത്രങ്ങളെക്കുറിച്ചും ടെലിഫോൺ, ടെലിഗ്രാഫ് എന്നിവയെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് CMS പ്രസ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് കോട്ടയത്തുള്ള CMS പ്രസ്. കോട്ടയത്തുള്ള CMS പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്. CMS പ്രസ് സ്ഥാപിച്ചത് 1821 ബെഞ്ചമിൻ ബെയ്ലിയാണ്. CMS പ്രസ് സ്ഥാപിച്ചത് 1821 ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. നോട്ട് ചെയ്യുക, മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ തറവാട് എന്നറിയപ്പെടുന്നത് ഇല്ലിക്കുന്ന് മനയാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ തറവാട് എന്നറിയപ്പെടുന്നത് ഇല്ലിക്കുന്ന് മനയാണ്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് മനയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ടാണ് 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് മനയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചത്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് 1847 ഒക്ടോബറിൽ ഇറക്കിയ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. നോട്ട് ചെയ്യുക, 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് മനയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്നാൽ 1847 തന്നെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ഇറക്കിയ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയം ഇറക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. പറഞ്ഞു നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സാണ് കോട്ടയത്തുള്ള CMS പ്രസ്. CMS പ്രസ് സ്ഥാപിച്ചത് 1821 ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിലെ ആദ്യ പത്രമാണ് രാജ്യസമാചാരം. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ തറവാട് എന്നറിയപ്പെടുന്നത് ഇല്ലിക്കുന്ന് മനയാണ്. 1847 തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് മനയിൽ നിന്നും രാജ്യസമാചാരം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് 1847 തന്നെ ഒക്ടോബറിൽ ഇറക്കിയ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യ സയൻസ് മാഗസിൻ കൂടിയാണ് പശ്ചിമോദയം. കേരളത്തിലെ ആദ്യ സയൻസ് മാഗസിൻ കൂടിയാണ് പശ്ചിമോദയം. പശ്ചിമോദയത്തിൻ്റെ പത്രാധിപരാണ് ഡോക്ടർ ഫ്രെഡറിക് മുള്ളർ. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. കേരളത്തിലെ ആദ്യ സയൻസ് മാഗസീനാണ് പശ്ചിമോദയം. പശ്ചിമോദയത്തിൻ്റെ പത്രാധിപരാണ് ഡോക്ടർ ഫ്രെഡറിക് മുള്ളർ. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള മാസികയാണ് ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം 1848 1848 ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള മാസികയാണ് ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷമാണ് 1848. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇത് പ്രസിദ്ധീകരിച്ചതും കോട്ടയത്തിലെ CMS പ്രസ്സിൽ വെച്ചാണ്. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് കോട്ടയത്തെ CMS പ്രസ്സിൽ വെച്ച് ബെഞ്ചമിൻ ബെയ്ലി തന്നെയാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ദിഷ്ടവാദി. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്ദിഷ്ടവാദി. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ.
നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് 1847 ഒക്ടോബറിൽ ഇറക്കിയ മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിന് ഉള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യ സയൻസ് മാഗസിൻ കൂടിയാണ് പശ്ചിമോദയം. പശ്ചിമോദയത്തിന്റെ പത്രാധിപരാണ് ഡോക്ടർ ഫ്രെഡറിക് മുള്ളർ. കേരളത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള മാസികയാണ് 1848 പ്രസിദ്ധീകരിച്ച ജ്ഞാനനിക്ഷേപം. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് കോട്ടയത്തെ CMS പ്രസ്സിൽ വെച്ച് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. CMS പ്രസ് കോട്ടയത്ത് വെച്ച്. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രമാണ് സന്തിഷ്ഠവാദി. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം എന്ന കോളേജ് മാഗസീൻ CMS കോളേജിലെയാണ്. നോട്ട് ചെയ്യാം. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസിൻ CMS കോളേജിലെ വിദ്യാസംഗ്രഹമാണ്. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസിൻ CMS കോളേജിലെ വിദ്യാസംഗ്രഹമാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ്. നോട്ട് ചെയ്യുക. മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോനെയാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ്. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രമാണ് കേരള പത്രിക. നോട്ട് ചെയ്യാം. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രമാണ് കേരള പത്രിക. മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരമാണെന്ന് പഠിച്ചു. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള മാസിക ജ്ഞാനനിക്ഷേപമാണ്. കേരളത്തിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട പത്രം സന്തിഷ്ഠവാദിയാണ്. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ് വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രമാണ് കേരള പത്രിക. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് കേരള പത്രിക. കേരള പത്രിക ആരംഭിച്ചത് 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് കേരള പത്രിക. കേരള പത്രിക ആരംഭിച്ചത് 1884 പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1887 പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1887 മുതലാണ്. ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ് ദീപിക. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച വർഷം 1997 ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ് ദീപിക. ദീപിക പത്രത്തിൽ ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച വർഷം 1997 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കേരളത്തിലെ ആദ്യ കോളേജ് മാഗസീനാണ് വിദ്യാസംഗ്രഹം. വിദ്യാസംഗ്രഹം CMS കോളേജിലെ കോളേജ് മാഗസീനാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോന്റെ മറ്റൊരു വിശേഷണമാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ്. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രമാണ് കേരള പത്രിക. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മലയാളത്തിലെ ആദ്യ പത്രം ചോദിച്ചാൽ രാജ്യസമാചാരമാണ്. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള മാസികയാണ് ജ്ഞാനനിക്ഷേപം. കേരളത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ആദ്യ ഇംഗ്ലീഷ് പത്രമാണ്
വെസ്റ്റേൺ സ്റ്റാർ. കേരളത്തിലെ ആദ്യ സയൻസ് മാഗസീനാണ് പശ്ചിമോദയം. കൺഫ്യൂഷൻ ആവരുത്. മലബാറിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ പത്രമാണ് കേരള പത്രിക. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് കേരള പത്രിക. കേരള പത്രിക ആരംഭിച്ചത് 1884 പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1887 മുതലാണ്. ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രവും ദീപികയാണ്. ദീപികയിൽ ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ചത് 1997. തിരുവനന്തപുരത്ത് നിന്നും 1886 പുറത്തിറക്കിയ മലയാളി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. തിരുവനന്തപുരത്ത് നിന്നും 1886 പുറത്തിറക്കിയ മലയാളി എന്ന പത്രത്തിന്റെ മലയാളി പത്രത്തിന്റെ പേരാണ് മലയാളി എന്ന പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ 1888 കോഴിക്കോട്ടു നിന്നും പുറത്തിറക്കിയ പത്രമാണ് കേരള സഞ്ചാരി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ 1888 കോഴിക്കോട്ടു നിന്നും പുറത്തിറക്കിയ പത്രമാണ് കേരള സഞ്ചാരി. തിരുവനന്തപുരത്തു നിന്നും 1886 പുറത്തിറക്കിയ മലയാളി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ 1888 കോഴിക്കോട്ടു നിന്നും പുറത്തിറക്കിയ പത്രമാണ് കേരള സഞ്ചാരി. പത്രപ്രവർത്തനത്തെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനത്തെയാണ്. പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനത്തെയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവനന്തപുരത്ത് നിന്നും 1886 പുറത്തിറക്കിയ മലയാളി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ 1888 കോഴിക്കോട്ടു നിന്നും പുറത്തിറക്കിയ പത്രമാണ് കേരള സഞ്ചാരി. പത്രപ്രവർത്തനത്തെ പറ്റി മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനത്തെയാണ്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്ത് ലക്ഷത്തിലധികം കോപ്പികൾ പ്രചാരത്തിലുള്ള മലയാള ദിനപത്രങ്ങളാണ് മലയാള മനോരമ, മാതൃഭൂമി എന്നിവ. 10 ലക്ഷത്തിലധികം കോപ്പികൾ പ്രചാരത്തിലുള്ള മലയാള ദിനപത്രങ്ങളാണ് മലയാള മനോരമ, മാതൃഭൂമി എന്നിവ. മലയാള മനോരമ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത വർഷം 1888 1888 മലയാള മനോരമ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത്. മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1890 മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1890 മലയാള മനോരമയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മുതലാണ്. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാതൃഭൂമിയുടെ സ്ഥാപകനാണ് KP കേശവമേനോൻ. മാതൃഭൂമിയുടെ സ്ഥാപകനാണ് KP കേശവമേനോൻ. മലയാള മനോരമയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമിയുടെ സ്ഥാപകനാണ് KP കേശവമേനോൻ.
മലബാറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം. മലബാറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം. പ്രഭാതം പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുവഭാരതം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുവഭാരതം. പറഞ്ഞു നോക്കാം. 10 ലക്ഷത്തിലധികം കോപ്പികൾ പ്രചാരത്തിലുള്ള മലയാള ദിനപത്രങ്ങളാണ് മലയാള മനോരമ, മാതൃഭൂമി എന്നിവ. മലയാള മനോരമ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് 1888 മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1890 മലയാള മനോരമയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാതൃഭൂമിയുടെ സ്ഥാപകനാണ് KP കേശവമേനോൻ. മലബാറിൽ നിന്നും പ്രസിദ്ധീകരിച്ച ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം. പ്രഭാതം പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുവഭാരതം. അടുത്തത് നോക്കാൻ പോകുന്നത് ടെലിഫോണിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. TRAI ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1997 1997 TRAI ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായിയുടെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് റിട്ടയേർഡ് SS സോധി. TRAIയുടെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് റിട്ടയേർഡ് SS സോധി. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് VSNL ആണ്. ടെലിഫോണിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLന്റെ മുദ്രാവാക്യമാണ്. നോട്ട് ചെയ്യുക, BSNL ആണ് കണക്റ്റിംഗ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് VSNL ആണ്. V ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLന്റെ മുദ്രാവാക്യമാണ്. മൊബൈൽ ഫോണിന്റെ പിതാവാണ് മാർട്ടിൻ കൂപ്പർ. മൊബൈൽ ഫോണിന്റെ പിതാവാണ് മാർട്ടിൻ കൂപ്പർ. ലോകത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള. ലോകത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള. പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ് നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷമാണ് 1997. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAIയുടെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് റിട്ടയേർഡ് SS സോധി. ജസ്റ്റിസ് റിട്ടയേർഡ് SS സോധിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ ചെയർമാൻ. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സർവീസ് തുടങ്ങിയത് VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. കണക്റ്റിംഗ് ഇന്ത്യ എന്നത് BSNLന്റെ മുദ്രാവാക്യമാണ്. മൊബൈൽ ഫോണിന്റെ പിതാവാണ് മാർട്ടിൻ കൂപ്പർ. ലോകത്തിൽ ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയാണ് മോട്ടോറോള. ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ സെൽഫോൺ സർവീസ് ആരംഭിച്ചത് എയർടെൽ ആണ്. ഇന്ത്യയിൽ ആദ്യ സെൽഫോൺ സർവീസ് ആരംഭിച്ചത് എയർടെൽ ആണ്.
ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. BSNLന്റെ മൊബൈൽ സർവീസാണ് സെൽ-1. BSNLന്റെ മൊബൈൽ സർവീസാണ് സെൽ-1. സെൽ-1 പ്രവർത്തനം ആരംഭിച്ചത് 2002 ഒക്ടോബർ 23 മുതലാണ്. സെൽ-1 പ്രവർത്തനം ആരംഭിച്ചത് 2002 ഒക്ടോബർ 23 BSNLന്റെ മൊബൈൽ സർവീസാണ് സെൽ-1. സെൽ-1 പ്രവർത്തനം ആരംഭിച്ചത് 2002 ഒക്ടോബർ 23 മുതലാണ്. BSNL ആരംഭിച്ച മൊബൈൽ TV സർവീസാണ് ഡിറ്റോ TV. BSNL ആരംഭിച്ച മൊബൈൽ TV സർവീസാണ് ഡിറ്റോ TV. കേരളത്തിൽ ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയത് എസ്കോട്ടലാണ്. കേരളത്തിൽ ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയത് എസ്കോട്ടലാണ്. പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി സെൽഫോൺ സർവീസ് ലഭ്യമായ നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ സെൽഫോൺ സർവീസ് ആരംഭിച്ചത് എയർടെലാണ്. ഇന്ത്യയിലെ ആദ്യ പേയ്മെന്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനിയാണ് എയർടെൽ. BSNLന്റെ മൊബൈൽ സർവീസാണ് സെൽ-1. സെൽ-1 ആരംഭിച്ചത് 2002 ഒക്ടോബർ 23 BSNL ആരംഭിച്ച മൊബൈൽ TV സർവീസാണ് ഡിറ്റോ TV. കേരളത്തിൽ ആദ്യമായി മൊബൈൽ സർവീസ് ലഭ്യമാക്കിയത് എസ്കോട്ടലാണ്. മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. മൊബൈൽ നമ്പർ മാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. ഇനി 3G 4G ഇവ PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. നമുക്ക് പഠിച്ചെടുക്കാം. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ആരംഭിച്ചത് MTNL ആണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ആരംഭിച്ചത് MTNL ആണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരമാണ് ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരമാണ് ഡൽഹി. കേരളത്തിൽ ആദ്യമായി 3G സർവീസ് നിലവിൽ വന്ന നഗരം കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ആരംഭിച്ചത് MTNL ആണ്. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരമാണ് ഡൽഹി. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം ആരംഭിച്ച കമ്പനി എയർടെൽ ആണ്. ഇന്ത്യയിൽ ആദ്യമായി 4G സർവീസ് ലഭ്യമായ കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 4G സർവീസ് ലഭ്യമായ കമ്പനിയാണ് എയർടെൽ. 4G സർവീസ് ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. 4G സർവീസ് ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. കേരള ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊച്ചി. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊച്ചി. 4G സംവിധാനം ആരംഭിച്ച കമ്പനി കേരളത്തിൽ 4G സംവിധാനം ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 4G സർവീസ് ലഭ്യമായ കമ്പനിയാണ് എയർടെൽ. 4G സർവീസ് ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊച്ചി. 3G സംവിധാനം കോഴിക്കോടാണ്. 4G സംവിധാനം കൊച്ചിയാണ്. നോട്ട് ചെയ്യാം. 4G സംവിധാനം ആരംഭിച്ച കമ്പനി കേരളത്തിൽ 4G സംവിധാനം ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. ലോകത്തിൽ തന്നെ ആദ്യമായി 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിക്സൺ. ലോകത്തിൽ ആദ്യമായി 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിക്സൺ. ഇന്ത്യയിൽ ആദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള നെറ്റ്വർക്കുകൾ വികസിപ്പിച്ചത് എയർടെലാണ്. ഇന്ത്യയിൽ ആദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള നെറ്റ്വർക്കുകൾ വികസിപ്പിച്ചത് എയർടെലാണ്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. 3G 4G 5G ആണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ആരംഭിച്ചത് MTNL ആണ്.
ഇന്ത്യയിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരമാണ് ഡൽഹി. കേരളത്തിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ 3G സംവിധാനം ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. ഇന്ത്യയിൽ ആദ്യമായി 4G സർവീസ് ലഭ്യമാക്കിയ കമ്പനിയാണ് എയർടെൽ. 4G സർവീസ് ലഭ്യമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. കേരളത്തിൽ ആദ്യമായി 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൊച്ചി. 4G സംവിധാനം ആരംഭിച്ച കമ്പനി കേരളത്തിൽ 4G സംവിധാനം ആരംഭിച്ച കമ്പനിയാണ് എയർടെൽ. ലോകത്തിൽ ആദ്യമായി 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിക്സൺ. ഇന്ത്യയിൽ ആദ്യമായി 5G സംവിധാനം ഉപയോഗിക്കുന്നതിനുള്ള നെറ്റ്വർക്കുകൾ വികസിപ്പിച്ചത് എയർടെലാണ്. ഇനി ഒരു 3 പൂർണ്ണരൂപം നമുക്ക് പഠിക്കാനുണ്ട്. സിം എന്നതിന്റെ പൂർണ്ണരൂപം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നതാണ് സിം എന്നതിന്റെ പൂർണ്ണരൂപം. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്നതാണ് സിം എന്നതിന്റെ പൂർണ്ണരൂപം. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. SMS എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നതാണ് SMS-ന്റെ പൂർണ്ണരൂപം. SMS-ന്റെ പൂർണ്ണരൂപമാണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. GSM എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് GSM എന്നതിന്റെ പൂർണ്ണരൂപം. സിം എന്നതിന്റെ പൂർണ്ണരൂപമാണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. SMS എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. GSM എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്കൊരു ഏകീകൃത എമർജൻസി നമ്പറായ 112 ഏതിൻ്റെയൊക്കെ ഏകീകൃതമാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോലീസിന്റെ നമ്പർ എത്രയാണ്? 100 ആണ്. ഫയർ സ്റ്റേഷൻ 101 ആണ്. ആംബുലൻസ് 102 ആണ്. ദുരന്ത നിവാരണം 108 ആണ്. അപ്പൊ പോലീസ്, ഫയർ സ്റ്റേഷൻ, ആംബുലൻസ്, ദുരന്ത നിവാരണം തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടി നിലവിൽ വരുന്ന ഏകീകൃത എമർജൻസി നമ്പറാണ് 112. നോട്ട് ചെയ്യുക. പോലീസ് 100 ആണ്, ഫയർ സ്റ്റേഷൻ 101 ആണ്, ആംബുലൻസ് 102 ആണ്, ദുരന്ത നിവാരണം 108 ആണ്. ഈ പോലീസ്, ഫയർ സ്റ്റേഷൻ, ആംബുലൻസ്, ദുരന്ത നിവാരണം തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടി നിലവിൽ വരുന്ന ഏകീകൃത എമർജൻസി നമ്പറാണ് 112. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സിം എന്നതിന്റെ പൂർണ്ണരൂപമാണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. SMS എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഷോർട്ട് മെസ്സേജ് സർവീസ്. GSM എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഇനി എല്ലാത്തിനും കൂടി ഒറ്റ നമ്പറാണ്. ഏതിൻ്റെയൊക്കെയാണ് നോക്കാം. പോലീസ്, ഫയർ സ്റ്റേഷൻ, ആംബുലൻസ്, ദുരന്ത നിവാരണം തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്ക് വേണ്ടി നിലവിൽ വരുന്ന ഏകീകൃത എമർജൻസി നമ്പറാണ് 112. അടുത്തത് നോക്കാം. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് പ്രൊജക്ട് ലൂൺ. പ്രൊജക്ട് ലൂൺ എന്നത് ടെലിഫോണുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിഞ്ഞിരിക്കാം. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് പ്രൊജക്ട് ലൂൺ. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കെ-ഫോൺ. കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നതാണ് കെ-ഫോൺ എന്നതിന്റെ പൂർണ്ണരൂപം. പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കെ-ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. ഈ കെ-ഫോൺ പദ്ധതി പ്രകാരം കേരളത്തിൽ പുതിയ ഒപ്റ്റിക്കൽ ശൃംഖല സ്ഥാപിക്കുന്നതോടൊപ്പം പൊതുസ്ഥലത്ത് 1000 സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകളും ഒരുക്കുന്നുണ്ട്. അപ്പോൾ കെ-ഫോൺ, കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്ന ഈ പദ്ധതി പ്രകാരം കേരളത്തിൽ പുതിയ ഒപ്റ്റിക്കൽ ശൃംഖല സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് 1000 സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകളും ഒരുക്കുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനേക്കായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഐ ഫീൽ സേഫ്.
സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലേക്കായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഐ ഫീൽ സേഫ്. എയർ സേവ. എന്താണ് എയർ സേവ? യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എയർ സേവ. യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എയർ സേവ. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി ആരംഭിച്ച നഗരമാണ് ഡൽഹി. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി ആരംഭിച്ച നഗരമാണ് ഡൽഹി. അടുത്തിടെ വനിതകൾക്ക് വേണ്ടി 181 സഖി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. നോട്ട് ചെയ്യാം, 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ച നഗരം ഡൽഹിയാണ്. എന്നാൽ അടുത്തിടെ വനിതകൾക്ക് വേണ്ടി 181 സഖി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനം അസം ആണ്. പ്രൊജക്ട് ലൂൺ, കെ ഫോൺ, ഐ ഫീൽ സേഫ്, എയർ സേവ, 181 സഖിയും പഠിച്ചു, 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറും പഠിച്ചു. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. പ്രൊജക്ട് ലൂൺ എന്താണ്? ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് പ്രൊജക്ട് ലൂൺ. കെ ഫോൺ എന്നത് പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് കെ ഫോൺ. കെ ഫോൺ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് കേരള ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക്. ഈ കെ ഫോൺ പദ്ധതി പ്രകാരം കേരളത്തിൽ പുതിയ ഒപ്റ്റിക്കൽ ശൃംഖല സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് 1000 സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകളും ഒരുക്കുന്നുണ്ട്. ഐ ഫീൽ സേഫ്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലേക്കായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉദ്ഘാടനം ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷനാണ് ഐ ഫീൽ സേഫ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. നോട്ട് ചെയ്യാം. അടുത്തത് എയർ സേവ. യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾ, വിമാനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എയർ സേവ. 181 എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി ആരംഭിച്ച നഗരമാണ് ഡൽഹി. അടുത്തിടെ വനിതകൾക്ക് വേണ്ടി 181 സഖി ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ ആരംഭിച്ച സംസ്ഥാനം അസമാണ്. ഇനി ടെലിഫോണുമായി ബന്ധപ്പെട്ട് 2 ദിനങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17. ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17. ദേശീയ ടെലിഫോൺ ദിനമാണ് ഏപ്രിൽ 25. ദേശീയ ടെലിഫോൺ ദിനമാണ് ഏപ്രിൽ 25. ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനമാണ് മെയ് 17. ദേശീയ ടെലിഫോൺ ദിനമാണ് ഏപ്രിൽ 25. ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം മെയ് 17 ദേശീയ ടെലിഫോൺ ദിനമാണ് ഏപ്രിൽ 25. നോട്ട് ചെയ്യാം. ഇനി ടെലിഗ്രാഫിനെ കുറിച്ച് നമുക്ക് 4 പോയിന്റ്സുകളാണ് പഠിച്ചു വയ്ക്കാനുള്ളത്. നോക്കാം. ഇന്ത്യൻ ടെലിഗ്രാഫ്. ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ചത് 1851 ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ച വർഷം 1851 ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ച സ്ഥലമാണ് കൊൽക്കത്ത. അപ്പോൾ ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ചത് 1851 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ. ഇന്ത്യയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ. ഇന്ത്യ ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷമാണ് 2013 ജൂലൈ 15. ഈ ഡേറ്റ് നോട്ട് ചെയ്യുക, ഇത് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷമാണ് 2013 ജൂലൈ 15. അപ്പോൾ ഇന്ത്യൻ ടെലിഗ്രാഫിനെ കുറിച്ച് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഒന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ച വർഷം, ടെലിഗ്രാഫ് ആരംഭിച്ച നഗരം, ആദ്യ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷം എന്ന് പറയാം. ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ചത് 1851 ഇന്ത്യയിൽ ടെലിഗ്രാഫ് ആരംഭിച്ച സ്ഥലമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യ ടെലിഗ്രാഫ് ലൈൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ. ഇന്ത്യ ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷമാണ് 2013 ജൂലൈ 15.
കൂട്ടുകാരെ, വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്നത്തോടെ നമ്മൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്